ഇത് കണ്ടോണ്ട് റീൽസ് കണ്ടോണ്ട് മേടിച്ചതാണ് ഈ ഏപ്പള കെട്ടാല്. എങ്ങനെ പറ്റണടാ ഇങ്ങനെ ജീവിക്കാൻ എന്റെ LX2 ഗൈസ്. ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. കണ്ണ് താനാണല്ലേ കുണ്ണത്ത് വേറെ നോക്കടാ. എടാ പോടാ ഷുട്ടുമണിക്കുണ്ണ. അമ്മ തള്ളി പറഞ്ഞു മാമൻ കൊന്നും കളഞ്ഞു. മാമൻ കൊന്നും കളഞ്ഞ. എടാ ആ കാര്യം റിവീൽ ചെയ്തായിരുന്നോ? ലൈവിലൊക്കെ റിവീൽ ചെയ്യട്ടെ. ഇച്ചിരി മാസായിട്ട് പറയാം. There will be a new member to TVA. TVA-ലേക്ക് ആണ് മെമ്പർ, അല്ലാതെ ഇ സ്പോർട്സ് റിക്രൂട്ട്മെന്റ് അല്ല ഇന്നത്തെ. പുതിയൊരു മെമ്പർ TVA-ലേക്ക് വരുന്നുണ്ട്. ആൻഡ് അത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ കറന്റ്ലി മൈൽസ് ഒക്കെ ഭയങ്കര അങ്ങനെ കുറച്ച് ഇനാക്റ്റീവ് ആണ്. ഇനാക്റ്റീവ് ആയ ഒരു സ്ലോട്ടിലോട്ട് ജസ്റ്റ് മാറ്റിയിടുന്നേ ഉള്ളൂ. അവർ ആക്റ്റീവ് ആവുന്ന സമയത്ത് നമുക്ക് ഇതാക്കാം. അപ്പോൾ ഒരു അത്യാവശ്യം നല്ല പ്ലെയറാ. നിങ്ങൾക്ക് അണ്ടർ റേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അണ്ടർ റേറ്റഡ് ഒന്നുമല്ല. അണ്ടർ റേറ്റഡ് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നല്ല പ്ലെയറാ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. അപ്പോൾ പിന്നെ വേറെ പേരോട് നാളെ എനിക്ക് മറ്റേ ഫോൺ കിട്ടി ഗൈസ്. ക്യാമറയുടെ അറ്റത്ത് ഇങ്ങനെ കുഴലുള്ള ഒരു ഫോണില്ലേ, വിവോയുടെ. എന്തായാലും അതിൻ്റെ പേര് X300 Pro. ഇന്ത്യയിൽ റിലീസായിട്ടില്ല, പക്ഷേ എനിക്ക് സാധനം കിട്ടി. അതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നാളെ ഷൂട്ട് ചെയ്യാം. 2 ദിവസത്തിനകത്ത് പോസ്റ്റ് ചെയ്യാം. വീഡിയോ വിഷയ സാധനമാണെന്ന് പറഞ്ഞാൽ ഞാൻ ഫോണിൻ്റെ സത്യസന്ധമായ അഭിപ്രായം എന്തായാലും ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനിയിപ്പോൾ ഡിലേ ആക്കണ്ട, നമുക്ക് സിറ്റിയിലോട്ട് കയറാം. എടാ ഈ വീട് പണിതവനെ ഉണ്ടല്ലോ, ഇവിടെ നേരെ പുറകിൽ ഒരു ഫ്രെയിം പോലും വെക്കാൻ പറ്റാത്ത രീതിയിൽ കട്ടിലിൻ്റെ മണ്ടയ്ക്ക് ഒരു ഫ്രെയിം പണിത് വെച്ച് അവിടെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു ആവശ്യവും ഇല്ലാതെ ഈ നേരെ ഇരിക്കുന്ന ഇതില്ലേ, ഈ ജനല് തുറന്നാൽ അപ്പുറത്തെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കാ. അതെന്തിനാണ് അങ്ങനെ ഒരു ജനൽ അവിടെ പണിത്? അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കെട്ടി തൂക്കായിരുന്നു വല്ല എന്തെങ്കിലും. എന്തിനാണ് അങ്ങനെ ഒരു ജനൽ പണിതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവില്ല. ഈ സൈഡിൽ അത് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, അല്ലേ ഞാൻ കാണിച്ചതിന്. നിങ്ങളെ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടാ. ഇത് വെറുതെ നിങ്ങൾ പൈസ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഒരു മിനിറ്റ് ഒരു സാധനം നിറച്ചിട്ട് വരാം. ഇപ്പോൾ വരാം. ഒരു സമയം ഒരു മിനിറ്റ്. ഞാൻ ഈ റീൽസിലൊക്കെ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ക്രൈസാണ്. ഞാൻ ഇതെല്ലാം മേടിക്കും. അങ്ങനെ മേടിച്ച് ഒരു സാധനമാണിത്. ഈ ഏപ്പണം കെട്ടവനെ ഞാൻ ഇതുകൊണ്ട് മേടിച്ചതാണ്. ഇത് കണ്ടോണ്ട് റീൽസ് കണ്ടോണ്ട് മേടിച്ചതാണ് ഈ ഏപ്പണം കെട്ടവനെ. ഇത് ഞാൻ ഇങ്ങനെ ഓണാക്കി കാണിച്ചാൽ ഓണാക്കുമ്പോൾ ഇവൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒരു ലൈറ്റ് കത്തും, മനസ്സിലായ? എന്നിട്ട് ഇവൻ്റെ മൂട്ടിൽ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ, സൂപ്പർ സൂപ്പർ സൂപ്പർ. കണ്ട എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? എന്തിനും മൈന് തോന്നുന്നു. രാത്രിയിൽ ഞാൻ ഈ സാധനം മേടിച്ച് ഓണാക്കി തിരിയൊക്കെ കത്തിച്ച് വെച്ച് രാത്രിയിൽ ഞെട്ടി എണീറ്റപ്പോൾ ഇത് ഇരുട്ടത്തിരുന്ന് പുകയാണ്. ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവും. സത്യം പറയും, ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവും കേട്ടോ. 450 എന്തോ ഉള്ളൂ. പക്ഷെ ഈ സാധനം ഞാൻ പറയാം, വീഡിയോക്കകത്തൊക്കെ കാണുമ്പോൾ പുകയൊക്കെ വന്ന് പറന്ന് മറ്റേ അങ്ങനത്തെ സാധനമാണ്. പക്ഷെ ഇത് വലിയ സുഖമില്ല. ഊക്കിമാനാ ഇത്, ഊക്കിമാനാണിത്. ഇത് രാത്രി കണ്ടാൽ മനുഷ്യരോട്ടല്ലേ പേടിച്ചു പോയത്. രാത്രിയിൽ ഇതെന്തോ ഒരു സാധനം നമ്മളെ നോക്കി ഇത് പുകയും വിട്ടിരിക്കണം. വെൽക്കം സ്കൈഡാർസ് ടു TVA. അതിലും ഭേദം ഇതൊക്കെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, വെച്ചാൽ അത് സെപ്റ്റിക് ടാങ്കിലല്ല എണ്ണിട്ടൊക്കെ മൂടണം. അതൊക്കെ ചെയ്യുന്നതിലും ഭേദം കുഴി പോലും എടുക്കരുത്. സെപ്റ്റിക് ടാങ്ക് തുറന്ന് അതിലോട്ട് എന്നെ ഇട്ടിട്ട് അങ്ങ് മൂടിയേക്കണം. ഇങ്ങനെ ഒരു ഗ്യാങ് ഇങ്ങനെ ഒരു ഇതില്ല. ഞാൻ ഫുൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം, TVയുടെ ഫുൾ വീഡിയോ. പിന്നെ അത് കറക്റ്റ്. പിന്നെ അല്ലാതെ ഗ്യാങ് വെഹിക്കിൾ അപ്ഡേറ്റ് ഉടനെ വരും. പിന്നെ എല്ലാം റെഡിയാണ്. ഉടനെ ഉണ്ട് ഗ്യാങ് വെഹിക്കിൾ. അമ്പത്തൂരിനെ അറിയുള്ളൂ കേട്ടോ. അമ്പത്തൂരിനോട് ചോദിക്കണം. അമ്പത്തൂരിനോട് ചോദിച്ചിട്ട് ഞാൻ ബാക്കി പറയാവേ. ഇത് എവിടെയാണ്? ഇന്നലെ മോട്ടിവേഷൻ കൊടുത്ത് ഞാൻ അധികം നടന്നു വന്നായിരുന്നേ. ഞാൻ കുറച്ച് അധികം ഇതാരാ എനിക്ക് വേണ്ടി ഒരു വണ്ടി ഇവിടെ ഇട്ടേക്കുന്നേ? എങ്ങനെ പറ്റണടാ ഇങ്ങനെ ജീവിക്കാൻ എന്റെ LX2? ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റ് ഇല്ല, അത് ഞാൻ ഓടിച്ചു. ഞാൻ ഓടിക്കാം. ഫുഡാ
നീ ഒരു മെന്നിയായി വരണേ, നീ ഒരു എന്തേലൊക്കെ ചെയ്യണ്ടേ. കറക്റ്റ് സമയത്ത് വന്നല്ലോ. നീ എനിക്ക് കിക്കിലൊരു നല്ല മുതൽക്കൂട്ടാണ് കേട്ടാ. ലൈവെല്ലാം കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. ഗൈസ് ഒരു ചെറിയ അനൗൺസ്മെന്റ് ഉണ്ട്. എന്തോടാ? ഞാൻ കേറ ഒരു അനൗൺസ്മെന്റ് ഒന്ന് പറഞ്ഞോട്ടെ തത്സമയത്തിൽ ഒരു മിനിറ്റ്. ഒരു ചെറിയ അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞാൽ 2022 ജൂൺ 17-ാം തീയതി രാത്രി 9:48 ഞാനും ബാബുകൂടെ പറഞ്ഞ RP നാളെ ഞങ്ങൾ ചെയ്യാൻ പോവാണേ. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടുള്ളതൊക്കെ വരുന്ന ദിവസങ്ങളിൽ. ഇത് 2023 9:48 പറഞ്ഞ RP നാളെ ഞാനും ബാബു നാളെ വരുവേ. ഇത് കൊള്ളാലോടെ ഈ വണ്ടി. മന്ദാരത്തിന്റെ വണ്ടിയാ, കിടിലം വണ്ടി. ഇത് വെച്ച് ഞങ്ങൾ ഓടിക്കുന്നല്ലേ. ഇത് ട്രക്ക് ജോബിന് കസ്റ്റം വണ്ടി കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ കസ്റ്റം വണ്ടിയൊക്കെ ഇറക്കിയ ട്രക്ക് ജോബ് ചെയ്യുന്ന ഞങ്ങള്. ആണോ? അതേത് RP ഓർമ്മയില്ലേ നിങ്ങൾക്ക് ആർക്കും? എടാ നിങ്ങൾക്ക് എന്ത് ഓഡിയൻസ് ആണ് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ലൈവ് നിർത്തട്ടെ. എടാ എന്തൊരു ഓഡിയൻസ് ആടാ ഇതൊക്കെ. ഞാൻ ഇതിലും പേര് ലൈവ് നിർത്തണാടാ. മനസ്സിലായി. അതാ പറഞ്ഞ ആ RP ഗാങ്സ് ക്ലീനിങ് അവാർഡ് RP. അയ്യോ അതൊക്കെ 2023-24 പ്ലാൻ ചെയ്തത്. ഇത് 2022. ഇത് 2022 ഞങ്ങൾ അവിടെ എത്തിയതേ ഉള്ളു. ഇപ്പോഴും അവിടുത്തെ പ്ലാൻ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാതെ വിചാരിച്ച്. ഈ വണ്ടി എന്താ ഇടക്കിടക്ക് ഇങ്ങനെ എടുത്തടിക്കുന്ന പോലെ ഒരു ശബ്ദം. ബായ് പറയുന്നവർക്കൊക്കെ പോവാേ. ഞാൻ മൈൻഡ് ഇഗ്നോർ ചെയ്യണം നിന്നൊക്കെ. ഇതിങ്ങനെ എടുത്തടിക്കും. പക്ഷെ ഇത് നല്ല സ്പീഡ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടുത്തെ നോർമൽ ട്രക്കിനൊക്കെ സ്പീഡ് ഇതിലും കുറവാണോ? അപ്പൊ അത് അൺഫെയർ അല്ലേ ഗ്രൈൻഡ് ചെയ്യുന്നവർക്ക്? ശരിയാ. എന്ത് അൺഫെയർ? എന്നാലും പൈസ കൊടുത്തത് മേടിക്കാന്ന് പറഞ്ഞാൽ അൺഫെയർ ആകും. എല്ലാവർക്കും. ഞാൻ വന്നപ്പോ തന്നെ വലിയ പ്രൊഫസർ പോയി. എന്നെ റേഡിയോയിലാരോ തിരക്കിയെന്ന് പറഞ്ഞു. നോക്കട്ടെ. ഒരു പട്ടി മൈൻഡ് ചെയ്തില്ല നിന്നെ അടിക്കുവോ ഞാൻ? വിളിച്ച പട്ടിയെ മൈൻഡ് ചെയ്ത് അല്ല. കുഴപ്പമില്ല. നിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞത് അത് പെട്ടെന്ന് മനസ്സിലാവും എനിക്കത്. ഒരുത്തനും മൈൻഡ് ചെയ്തില്ലേ? ഒരുത്തൻ പോലും മൈൻഡ് ചെയ്തില്ലേ? ഒരുത്തൻ പോലും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല ഇതുവരെ. പറഞ്ഞു നാക്ക് വായോട്ട് ഇട്ടതേ ഉള്ളു നിന്നെ പറ്റി. എനിക്കറിയാം അണ്ണൻ എന്റെ ഒരു ചിന്തയുള്ളു. അതെ സത്യം. ഞാൻ മാത്രല്ല ഇപ്പൊ ലെക്സ് നിന്നെ പറ്റി ചിന്തിച്ചു. എന്റെ ചിരിയല്ലേ? എന്താ അണ്ണ പിള്ളേർക്ക് കുറെ കഥ പറഞ്ഞു കൊടുത്തുന്ന കേട്ടല്ലോ അണ്ണ. ഇന്നലെ ആകെ കഥ പറച്ചിലായിരുന്നു. പക്ഷെ ഏറ്റവും നല്ല കഥ നമ്മുടെ അപ്പുക്കുട്ടന്റെ ആയിരുന്നു കേട്ടാ. വിഷമത്തിന്റെ മുൾമുനയിൽ നിർത്തിയിട്ട് കണ്ണീര് വന്നപ്പോ ആ കണ്ണീരിനെ അവൻ വലിച്ചെടുത്ത് കൊണ്ടുപോയി. അപ്പൊ തന്നെ പിന്നെ അത് കേൾക്കണമല്ലോ. നീ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് നമ്മളൊരു പടത്തിന്റെ ടോപ്പ് പീക്ക് നോച്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുത്തർ മറ്റേ ഈ പ്രേതപ്പടമൊക്കെ കാണാൻ വരുമ്പോ മറ്റേ തിയേറ്ററിൽ ചിരി പടത്തുന്നവരില്ലേ? പ്രേതം വന്നേ അങ്ങനെയൊക്കെ പറയത്തില്ലേ? അതുപോലത്തെ ഒരു സാധനമായിരുന്നു അവന്റെ. ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞാ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു തരുക, എന്റെ കാമുകിക്ക് ക്യാൻസർ ആയിരുന്നു. എനിക്ക് മനസ്സിലാണ്. നമ്മൾ ഈ സ്വപ്നമൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ സ്വപ്നം കണ്ടു ഇങ്ങനെ മൂടായി ഇപ്പൊ നടക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്കും വീട്ടില് ആരെയിലൊക്കെ ഒന്ന് ചവിട്ടി എണീപ്പിക്കുന്ന അങ്ങനെയും പറയാം. അങ്ങനെയും പറയാം. അതാണ് കറക്റ്റ്. അണ്ണൻ ആ ഫീൽ ഉണ്ടായിട്ടുണ്ട്. എന്തോ അണ്ണൻ ആ ഫീൽ ഉണ്ടായിട്ടുണ്ട്. എത്ര പ്രാവശ്യം ഞാൻ തലയണ തലയിൽ തിരികെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെന്ന് അറിയണ. വീണ്ടും ഒന്ന് ഉറങ്ങി ബാക്കി കാണാൻ വേണ്ടി നടന്നില്ല അണ്ണ. ബാക്കി കാണാൻ വേണ്ടി വീണ്ടും ഉറങ്ങിയതാ. എന്തൊരു ദാരിദ്ര്യമൊക്കെ. അല്ലാണ്ട് അതൊക്കെ ഒരു സമയം. നീ സംസാരിക്കലാടാ മുണ്ടച്ചി കിരി. നിന്റെ കഥയൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. നമുക്കൊക്കെ സ്വപ്നം, നിനക്കൊക്കെ യാഥാർത്ഥ്യം. നിനക്കൊക്കെയാ നിന്റെ പെണ്ണുമുള്ളയും കൊച്ചൊക്കെ എന്തിയാ? നിന്റെ
ഓ അണ്ണാ അതെന്ത് ഉണ്ട്? പിന്നെ നീ ഇത്ര ദാരിദ്ര്യം പറയണ എന്തിനാ നീ അതാണ് അണ്ണാ സൂര്യന്റെ ദത്തപുത്രനല്ലേ അണ്ണാ? അതുകൊണ്ട് ഒരെണ്ണത്തിന് ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തത് നിന്റെ പ്രശ്നമല്ലല്ലോ. ഇല്ല അണ്ണാ ഞാനണ്ണ നമ്മള് അണ്ണൂരോടുത്ത വാക്കല്ലേ, നമ്മള് കല്യാണം കഴിച്ചിട്ടല്ലേ നമുക്കത് കൊച്ചുങ്ങളുണ്ടാവും കല്യാണം കഴിക്കണമെന്നുണ്ടോ? അണ്ണാ ഇല്ല. നമ്മള് ഓ വിഹിതപ്പട്ടി ഇല്ലാന്ന് അവിടെ ബാക്കിലിരുന്ന് അങ്ങ് ഓക്കെ വാ 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 അകത്തോട്ട്. അകത്തോട്ടാ പുറത്തോട്ടല്ലേ? ഓ കഴിക്കുവാണേ സമി സമി എന്ന് പറയണേ. സാമിയാണോ അവൻ ശരിക്കും? സാമിയാണോ നീ? എടാ സാമി ശരണം. അണ്ണാ അണ്ണാ ഈ വണ്ടിയില്ലേ റെക്കോർഡിംഗ് വണ്ടിയാണ്. ഞാൻ ചോദിച്ചത് അത് എന്ത് സാധനം, എന്റെ അമ്മ എന്ത് സ്പീഡാ അതിന്. പക്ഷെ ഞാൻ അബദ്ധത്തിൽ ലൈവിൽ അത് അൺഫെയർ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ അവർ 10 പേര് ഇന്ന് അവിടെ എക്സലാൻഡേഴ്സിൽ പോയി റിപ്പോർട്ട് ചെയ്യും. ഇന്നൂടെ ഉള്ള വണ്ടി അല്ല 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 അല്ലല്ല ഇതേ സ്പീഡുള്ള വണ്ടി ഉണ്ട്. അല്ല ഇന്നൂടെ ഉള്ളു, ഈ വണ്ടി എന്തായാലും ഇന്നൂടെ ഉള്ളു. വാ മന്ദാരം അണ്ണാ ഇങ്ങോട്ട് ഞാൻ ഒരു കാര്യം ഡൗട്ട് ചോദിക്കാം അണ്ണൻ്റെ അടുത്ത്. അണ്ണൻ മാത്രം ഒന്ന് വരാം. സ്പീഡ് കുറച്ചു പോര്. അണ്ണാ ഞാൻ പേട്ടെ അണ്ണാ നമ്മള് അണ്ണാ അണ്ണാ ഇങ്ങനെ നടന്നണ്ണ സിറ്റിയിലുള്ള അണ്ടനും അടകടഞ്ഞ് വരപ്പെണ്ണായി. ഇങ്ങനെ അവിടെ ഒരു ഗ്യാങ് ലീഡറിനോട് നേരെ വന്ന് വാതർന്ന് സംസാരിക്കണത്. കുണ്ണ വർത്താനം പറയല്ലേ കുണ്ണേ. അല്ല ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു പോയതാ. പറ കണ്ണാപ്പി ബോബോയ്. അയ്യോ എന്നും ബർത്ത്ഡേ ആണ് നിങ്ങൾക്കല്ലേ? റിക്രൂട്ട്മെന്റ് ഡേയിൽ പോയി ഡ്രസ് ഇട്ടോ. ബുധനാഴ്ച പട്ടി അല്ല വസന പറയാവുന്ന കാര്യമല്ല. ഒരു മിനിറ്റ് എടാ ഇപ്പൊ വരാ വാടാ. വാ അണ്ണാ നമ്മള് ഗ്രൈൻഡ് ചെയ്യണല്ലോ അല്ലേ അണ്ണാ? നമ്മള് ഗ്രൈൻഡ് ചെയ്യണ്ടാവുന്നോ? ഇതാരെ ബാങ്ക് വിളിക്കണോ? അല്ല നമ്മള് ഇവരെ കാര്യമൊക്കെ നോക്കി ചെയ്യണ്ടേ നമുക്ക് ഗ്യാങ്ങിന്റെ ഗ്യാങ്ങിലെ മെമ്പർ നിന്റെ ചന്ദ്രന്റെ മുമ്പിൽ ടി വി ഒന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഗ്രൈൻഡ് ചെയ്യണം. നീ ഗ്രൈൻഡ് ചെയ്യാറില്ലേ? ഞാൻ ഗ്രൈൻഡ് ചെയ്യാറുണ്ട്. കാശ് കൊണ്ടല്ലോ അണ്ണാ. ഇല്ല ഞാൻ എക്സ്ട്രാ ഗ്രൈൻഡ് ചെയ്യണമെന്ന്. ഗ്രൈൻഡ് ചെയ്യണം. ഞാൻ ഗ്രൈൻഡ് ചെയ്തോണ്ടല്ലോ. നിനക്ക് ഇപ്പൊ എത്ര കോടിയായി? 100 കോടി. അത് പമ്പിന്ന് ഗ്രൈൻഡ് ചെയ്തത് നീ. അല്ലാതെ ഒരു 40. ഞാനിപ്പോ എല്ലാം കൂടി 53 കോടിയായി ഞാൻ ഗ്രൈൻഡ് ചെയ്തത്. ഏത് ജോലിയാണ്? ഞാൻ ട്രക്ക് ജോബ്. ഞാൻ ലെവല് 31. എല്ലാരും പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ. എല്ലാരും, ഞാനാണേലും നീ ആണേലും അപ്പാപ്പനാണേലും ആരാണേലും അതിലൊരു കോംപ്രമൈസും ഇല്ല. നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. അണ്ണാന്റെ കണ്ണ് താനാണല്ലേ കുണ്ണത്ത് വേറെ നോക്കടാ. എന്തിനാ കമ്മല കിടുക്കായിട്ടുണ്ട്. ഞാൻ സത്യം മനസ്സിലായി. ഞാൻ കുറച്ച് ജെൻസി ആയിട്ട് നടക്കാത്തതുകൊണ്ടാണ് എനിക്ക് പെണ്ണുങ്ങളൊന്നും സെറ്റ് ആകാത്തത്. സത്യമാണ് അണ്ണ ഇപ്പോഴും 2020 സ്റ്റക്കാണ്. സൂസനെ കുറച്ച് ഇനി കുറച്ച് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടക്കണം. അണ്ണ അവിടെ നിന്നൊക്കെ ഒന്ന് ഇതായി വരണം. അണ്ണ എന്നെ തന്നെ നോക്കിയേ നോക്കട്ടെ. പണ്ടത്തെ പോലെ ഞാനിപ്പോ ബബിൾ ഗം ഒക്കെ ചവച്ച് ജോലിയിലൊക്കെ വരുത്തി കണ്ടാ. ഇടയ്ക്കിനെ ജിമ്മിലൊക്കെ പോയി. ജോലയെ വന്നത് ബബിൾക്ക് ചവച്ചിട്ടാന്ന് എനിക്ക് തോന്നണില്ല. ജോലയെ വന്നിട്ടുണ്ട് പക്ഷെ അത് ബബിൾക്കും അല്ല. ഇത് ബബിൾ ഗം അല്ലാണ്ട് മന്ദാരത്തിനെ പോലെ ഗൊഗ്ഗൊക്കല്ല. അവര് ഷേപ്പ് ഉണ്ട് അത്. എടാ എല്ലാരും നാട്ടുകാർ മൊത്തം എന്നോട് പറയണത് എന്താണെന്നറിയോ? സ്റ്റൈലിഷ് ആവണമെങ്കിൽ ആദ്യം ഞാൻ എന്റെ പാന്റ് മാറ്റണമെന്ന്. അണ്ണ ഞാൻ മാറ്റി ആ ബാഗിലോട്ട്. അണ്ണൻ ഇപ്പോഴും മഴവെള്ളത്തിൽ ഞാൻ ഇപ്പോഴും പണ്ടത്തെ ആ കുഴൽ പാന്റിലാ. കുഴൽ മാറ്റണം. ഈ കുഴൽ പാന്റ് മാറ്റിയാലേ കാര്യമുള്ളൂ. അണ്ണ നമ്മൾ പണ്ട് ബൂട്ട് കെട്ടിനെ വസന്തം എന്ന് പറയില്ലേ, അതുപോലെ ഇതൊക്കെയാണ് ഇപ്പൊ വസന്തം. അയ്യോ സത്യല്ലേ? എടാ ഞാൻ നമ്മൾ ഈ ഗ്യാങ് സസ്പെൻഷൻ എന്ന് പറഞ്ഞ സീരീസ് തുടങ്ങി വെച്ചില്ലേ അണ്ണാ? ഇപ്പൊ ഒട്ടുമിക്ക 4 ഗ്യാങ് സസ്പെൻഷൻ നമ്മൾ തുടങ്ങിയ ട്രെൻഡ് അണ്ണാ. നമുക്കിത് കൊള്ളാം കേട്ടോ. എന്താ അന്തസ്സോടാ പറയുന്നത് നോക്കി. എന്തോ വലിയ കാര്യം ചെയ്തതുപോലെ. ജ്യൂസ് കുടിച്ചാടാ കണ്ണ? ഇല്ല ഇല്ല ഇന്ന് കുടിച്ചില്ല. ഞാൻ കമന്റ് ഒന്ന് എടുത്താണ്. ഒരു സെക്കൻഡ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം.
ഈ നമുക്ക് ഇത് വേറെ പ്രശ്നം വെച്ചാൽ നമ്മുടെ ഗ്യാങ് മെമ്പേഴ്സ് ഫുൾ ടൈം പെമ്പിള്ളാർ പറയും അതെ അതെ അതൊന്ന് നോക്കണം അണ്ണാ അതൊന്നും നോക്കണം. ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗം ഉണ്ടല്ലോ അണ്ണ, അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊല തന്നെ പിടിക്കും, മനസ്സിലായോ? കണ്ണാപ്പി മറ്റേ കഥ എന്ന് പറയുമോ നിന്റെ ദേവസ്ഥാനയുടെ? എടാ പോടാ ഷുട്ടുമണിക്കൊണ്ണ. അണ്ണ ഇതൊന്നും കേൾക്കണം അണ്ണ. അണ്ണൻ ദേവസേന എന്ത് ദേവസേനയുടെ എന്ന്? അണ്ണൻ ദേവസേനെ അറിയോ? ഇല്ല. എന്റെ കഥ കേക്കട്ടെ. ആ അതെനിക്കറിയാം. അണ്ണ ബാഹുബലി നല്ലതായിട്ട് ജീവിച്ചോണ്ട് ആളാണ്. അടുത്ത ആഴ്ച രാജാവാൻ പോകല്ലേ. അപ്പം ഈ മറ്റേ ഇവിടെ മറ്റേ സൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തല്ലേ, മറ്റേ അവിടെ കൊട്ടാരത്തില് സൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുള്ളിയെ. എന്തിന്? അല്ല പുള്ളി മറ്റേ ഇങ്ങനെ സൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓരോ രാജ്യങ്ങളിൽ സൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അങ്ങനെ രാജമത സൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ അബദ്ധം വെച്ചാ ദേവസേനെ കണ്ടുമുട്ടി. ബാഹുബലിയുടെ മനസ്സിൽ ദേവസേന കയറി. അതിനുശേഷം ബാഹുബലിക്ക് എന്തൊക്കെ ഗുണങ്ങളാ ഉണ്ടായതാണ് എന്തൊക്കെ? അടുത്ത ആഴ്ച രാജാവായ പോയ സ്ഥാനം കൊട്ടാരത്തിൽ ഇറക്കിയിട്ട് അമ്മ തള്ളി പറഞ്ഞ് മാമൻ കൊന്നും കളഞ്ഞു. അപ്പൊ പെണ്ണ് വന്നതിന് ശേഷം ഇതൊക്കെയാണ് നാളെ നമുക്ക് വരാൻ പോകുന്നത്. മാമൻ കൊന്നും കളഞ്ഞ ആ മാമൻ കൊന്നു കളഞ്ഞ അമ്മ തള്ളി പറഞ്ഞ് കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ട്. പിന്നെ വേറെ പിന്നെ അത് അവളുടെ രാജ്യവും മുടിഞ്ഞു പോയി, അവളുടെ അച്ഛനും മുടിഞ്ഞു. ആണല്ലേ? അത് ശരിയാ. അതുകൊണ്ട് പെണ്ണ് വേണ്ട. എന്നോടാണോ നിങ്ങൾ പറയണേ? ഇപ്പൊ എന്റെ ചാറ്റിലെ ആൾക്കാർ പറയണ എന്താന്നറിയോ? കണ്ണനല്ല പെണ്ണെന്ന്. ഇപ്പൊ അങ്ങനെയാണ് നിന്നെ കണ്ട ആൾക്കാരെ വിളിക്കുന്നത്. പണ്ട് നിന്നെ കണ്ണാ വിളിച്ചത്, പെണ്ണാണ് വിളിക്കുന്നത് വരുമ്പോ. പെണ്ണാച്ചി. ഇവിടെ ചില സുന്ദരികളൊക്കെ ഉണ്ടെണ്ണ. ചുട്ടുപണി ഒന്നും അറിയില്ലടാ, ചുട്ടുപണി ഒന്നും അറിയില്ലടാ. ചൂടാവുന്നേ. പിന്നെ നീ ഉണ്ടല്ലേ ബൂബു, ബൂബു അപ്പാപ്പല്ലേ? അപ്പാപ്പന്റെ പെണ്ണുങ്ങളെ പറ്റി സംസാരിക്കാൻ മാറിയിരിക്കണേ ഇല്ലാത്തോണ്ടാണോ? തിരിച്ചടിക്കുന്നതിന് മുമ്പ് സമ്മതിച്ചേക്കാം. ഓ എനിക്ക് പെണ്ണില്ലായിരുന്നു, ഞാൻ ഇവരുടെയൊക്കെ കൂടെ നിൽക്കുന്നില്ലേ അപ്പാപ്പാ? ഏയ് എനിക്കങ്ങനെ വിഷമൊന്നുമില്ല. ഇതെനിക്കെല്ലാം തിരിച്ചു കിട്ടും, ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ ഉറപ്പാണ്. ആ പിന്നെ എനിക്ക് അപ്പാപ്പ, ഞാൻ അപ്പാപ്പയോട് പറഞ്ഞില്ലേ, അപ്പാപ്പ 2 ദിവസം ലേറ്റ് നൈറ്റ് വന്നാൽ നമുക്ക് സെറ്റ് ആവും. നമ്മൾ ലേറ്റ് നൈറ്റ് വരാത്തോണ്ട്. വാസവനൊക്കെ വന്ന ഒന്നല്ല 10 പറയുന്നത്. പിന്നല്ലാതെ മനസ്സിലായോ? എടാ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടിട്ടാണ് വാസുമോൻ ഈ ഒരു വലിയ ത്യാഗം ചെയ്യുന്നത്, അറിയാമോ? അതൊക്കെ ഇവിടെ സാബ് ഗുരുവിന്റെ വീടെന്നാ രജിസ്ട്രേഷൻ. എന്താ രജിസ്ട്രേഷൻ? അങ്ങേരുടെ നാട്ടിലുള്ള വീട് നിങ്ങളുടെ പേരിൽ എഴുതി വെച്ചില്ലേ? ഏത് വീട്? അങ്ങേർക്ക് നിങ്ങൾ ഇൻഗെയിമിൽ 100,000 കോടി കൊടുക്കാന്ന് പറഞ്ഞ്. നമ്മളിതൊക്കെ വെളിയിൽ അറിയുന്നുണ്ട്. ഇതൊക്കെ എല്ലാവരും വാഗ്ദാനം മാത്രം. 20 ലക്ഷത്തിന്റെ അക്കൗണ്ട് വിട്ടു നമ്മുടെ ഷെയ്ക്ക് മണ്ട. 20 ലക്ഷം രൂപയുടെ അക്കൗണ്ട് വിറ്റാ? പിന്നെ അല്ലാണ്ട് അപ്പാപ്പന് കൊടുത്തത്. അപ്പാപ്പനോട് അക്കൗണ്ട് പുതിയ വീട് വെച്ച് എല്ലാരും പട്ടാളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരും കേട്ടാ. ഓ അപ്പാപ്പന് ചാകരാ. ഇങ്ങനെയുള്ളവരാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, മനസ്സിലായി? ഓ കൊറേ നേടുന്നുണ്ടേ. നീയൊക്കെ ബക്കറ്റ് വിരിച്ച് കൊറേ നേടുന്നില്ലേ? തെണ്ടൽ ഇപ്പോഴും ഉണ്ടോ നിനക്ക്? റവന്യൂ കുറവാണോടാ? ആരെങ്കിലൊക്കെ 5-10 ഇട്ടുതന്ന് അണ്ണനൊക്കെ ഒരു ചുമപ്പ് എത്തിച്ച കാലം തന്നെ മറന്നു. അത് ഓർക്കാതിരിക്കുന്നതാണ് നല്ലത്. എനിക്കും നല്ല. നാളെ 12 മണിക്ക് അങ്ങ് വരണേണ്ണ. നാളെ അവന്റെ ബർത്ത്ഡേ ആണ് ഒന്ന് എടാ ആ കാര്യം റിവീൽ ചെയ്തായിരുന്നോ? ഇല്ല റിവീൽ ചെയ്തില്ല. ലൈവിലൊക്കെ റിവീൽ ചെയ്യട്ടെ. ഇനി ഒരു രണ്ട് കാര്യം ഞാൻ പറയാം. ആദ്യത്തെ കാര്യം കേട്ടോടാ, നിങ്ങൾ കേട്ടോടാ. ഇച്ചിരി മാസായിട്ട് പറയാം. ബോബോയ്ക്ക് ഓസ്റ്റിയാണ് കഴിച്ച എല്ലാവരും ഓസ്റ്റിയാണേ. ബോബോയ്ക്ക് ഒരു താറുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയില് ബോബോ എന്റെ അടുത്ത് പറഞ്ഞു, അണ്ണാ നമുക്ക് വാഗമൺ ഒരു ട്രിപ്പ് പോവാന്ന്. വാഗമൺ വന്നിട്ട് നമ്മള് ജോക്കർ ബ്രോയും എല്ലാവരുമായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ചെന്നിട്ട്
ഇവൻ മദ്യം പോലെ എന്തോ ഒന്ന് എനിക്ക് കലക്കി തന്നു. ഞാനാണെങ്കിൽ അറിയാതെ 5-6 ഗ്ലാസ് കുടിച്ചു പോയി. അറിഞ്ഞോണ്ട് പറ്റിയതല്ല. എട്ടോളം ഇത്. അപ്പൊ നമ്മൾ താമസിക്കുന്നത് കാട്ടിനകത്ത് ഒരു റിസോർട്ടിലായിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ഉള്ളില, ആരുമില്ല. അപ്പൊ റിസോർട്ടിന് തന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി. അവിടെ ആണെങ്കിൽ ഇവൻ എന്നെ വണ്ടിക്കകത്ത് കയറ്റിയിട്ട് വണ്ടി ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്തപ്പോ പുറകിലുള്ള ഒരു കുഴിയിൽ വീണെന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ വീല് കുഴിയിലോട്ട് ഇറങ്ങി. അപ്പൊ അണ്ണൻ പറഞ്ഞ അണ്ണ ഞാനിപ്പോ ഒരു സൂത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഇവരൊരു ഒരു കുട്ടി ഗിയർ ഇട്ടിട്ട് 4-wheel drive ഇട്ട് പറഞ്ഞു അണ്ണൻ ഇനി കാലുവിട് എന്ന് പറഞ്ഞപ്പോ ആ കുഴിക്കകത്തുനിന്ന് ഈ വണ്ടി ഇങ്ങ് കേറിപ്പോരുന്നു. അബദ്ധത്തിൽ എന്റെ ഒരു അരിയമ്പുണ്ട വണ്ടിയുടെ ബാക്കിൽ ഇരിപ്പുണ്ടായിരുന്നു കണ്ണൻ. അവൻ എന്റെ ആകർഷിതനായി പയ്യൻ ആകർഷിതനായി പുറകെ ഇരുന്ന് എന്റെ അടുത്ത് പറഞ്ഞ് അണ്ണ നമുക്ക് എല്ലാ സെഗ്മെന്റ് വണ്ടിയുണ്ട്, BMW ഉണ്ട്, സ്പോർട്സ് ഉണ്ട്, നമുക്കൊരു ഓഫ് റോഡർ മാത്രം ഇല്ല, നമുക്കിത് മേടിക്കാന്ന് പറഞ്ഞ് എന്റെ പുറത്ത് തട്ടി. ഞാൻ ഇവൻ തന്ന ആ പാനീയത്തിന്റെ ലഹരിയിൽ രാത്രിക്ക് രാത്രി എഴുതി അഡ്വാൻസ് കൊടുത്തിട്ട് രാത്രി ബോബോയുടെ അമ്മയെ വിളിച്ചു പറഞ്ഞ് അമ്മ ഈ വണ്ടി ഞാൻ എടുത്തമ്മ, ഇത് നിങ്ങൾക്കൊരു ബർഡൻ ആവൂല. ബോബോ പറഞ്ഞു അണ്ണാ എനിക്കിപ്പോ ഞാൻ സ്ട്രീം ഒന്നും ചെയ്യാത്തോണ്ട് ഇപ്പൊ ഇത് അടയ്ക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തത് പറഞ്ഞ് രാവിലെ 3-4 കാർ അതൊന്നുമല്ല എല്ലാം കഴിഞ്ഞ് രാവിലെ ആയപ്പോ ചായ ആയിട്ട് വരുന്നു ബോബോയ്. ചായ ഒരു വലത്തെ കയ്യിൽ എനിക്ക് ചായയും ഇടത്തെ കയ്യിൽ താറിന്റെ താക്കോലും തരുമ്പോഴാണ് ഞാൻ അറിയണത് ഈ വണ്ടി ഇന്നലെ രാത്രി ഞാൻ മേടിച്ചത്. എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലായിരുന്നു. മേ ബി ചിലപ്പം എന്റെ അച്ഛനും അമ്മയും പോലും അറിയാൻ പോണത്, ഈ വണ്ടി ഞാൻ മേടിച്ചത് അറിയാൻ പോണത് ഈ സ്ട്രീമിൽ കൂടെ ആയിരിക്കും. പപ്പ എന്നോട് ക്ഷമിക്കണം, മമ്മി എന്നോട് ക്ഷമിക്കണം. ആ വണ്ടി അങ്ങനെ രാത്രി മേടിക്കേണ്ടി വന്നു. ഞാൻ മേടിച്ചിട്ട് അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഇപ്പൊ ബോബോയ് അത് നമ്മുടെ പേരിലോട്ടൊക്കെ എഴുതി തന്നു കഴിഞ്ഞതിന് ശേഷം ഫണ്ടെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോ രാജാവിന്റെ വരവ് കേട്ടാ. ഫണ്ടെല്ലാം കൊടുത്തു കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എനിക്ക് മെനഞ്ഞാന്നൊരു കോള് വരുന്നു, അണ്ണാ ഞാൻ പുതിയ വണ്ടി എടുത്തു, അടുത്ത ദിവസമാണ് ലോഞ്ച്, അണ്ണം വരണം. നാളെയാണ് ലോഞ്ച്. നാളെ കഴിഞ്ഞാണ് ബോബോയുടെ പുതിയ വണ്ടിയുടെ ലോഞ്ച്. ബോബോയുടെ പുതിയ വണ്ടി i20 N-Line ആണ്. അപ്പൊ അത് ഡെലിവറി എടുക്കാൻ നമ്മളൊക്കെ ഉമ്മാനാണ് ജീവിക്കണേ. ഇന്നാണ് വിളിച്ചു പറഞ്ഞാ മതി, ഇന്നാ വിളിച്ചു പറഞ്ഞേ. അതല്ല ബോബ് i20 ബോബ് നിനക്ക് ഫണ്ട് കൊടുത്തു എനിക്ക് കൊടുത്തു. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മൂവാറ്റുപുഴ ജംഗ്ഷനില് ട്രാഫിക്കിന്റെ ഒത്ത നടുക്ക് ഒരു പച്ചക്കറി കട. ഇതൊക്കെ ചുമ്മാ ഇതൊക്കെ നീ എന്തൊക്കെ മര്യാദക്കൊക്കെ പറഞ്ഞാ പോയാ വേറൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ട്. ചുമ്മാ ഇതൊന്നും പറയല്ലേ, പ്രശ്നാവേ. കടത്തിന് മേളിൽ കടം. അടുത്ത ദിവസം ചാറ്റ് സ്ട്രീം ഇടാൻ വെച്ചിരുന്നായിരുന്നു പയ്യൻ. അതെ, നാളെ ഇനിയിപ്പോ ഞാൻ ബർത്ത്ഡേ സ്ട്രീം ഇടുമ്പോ ആരെയും എന്തെങ്കിലും കത്തിക്കുവോ? എന്തൊരു ഫേക്ക് പ്രൊഫൈലിലാണ് ജീവിക്കണം നീയൊക്കെ. എടാ ബോബ് ഞാൻ പറഞ്ഞു തന്നെ, ആ മലക്കക്കടയിലുണ്ടല്ലോ 2 സ്ലോട്ട് ഉണ്ടോ? 2 ഭായിമാരെ പറഞ്ഞു. ഒന്ന് എനിക്കും പൃഥ്വിന്റെ അച്ഛനും. അപ്പൊ അണ്ണാ 27-ാം തീയതി വരുമോ? എടാ ഞാനും ബോബോയ് അയലൊക്കെക്കാരനാ. എന്റെ വീട്ടിൽ നിന്ന് ബോബോയുടെ വീട്ടിലോട്ട് അതെ 45 അല്ല അത്രയില്ല, 35 മിനിറ്റ് അത്ര ഉണ്ടോ? നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ? 45 ഇവിടെ എന്റെ ലൊക്കേഷൻ പോലും അറിയാമോ നിനക്ക്? 45 ഇല്ലടാ, കരിമുകള. ഓ വിളിച്ച് പറയല്ല, അഡ്രസ് കൂടെ പറയടാ, അഡ്രസ് കൂടെ പറ. അസനം കേട്ടെന്ന കാര്യം പറയട്ടെ. അല്ല അത് പറഞ്ഞപ്പോഴേ ഇന്നലെ ഒരു മിനിറ്റ് മന്ദാരം എന്നെ വിളിച്ച് മാറ്റത്തിന് പറയണേ, ഒരു ദിവസം 10-12 മണിക്കൂർ ലൈവ് ചെയ്തിട്ട് ഒരു സൈക്കിൾ മേടിക്കാൻ വേണ്ടി കാശില്ലാത്ത ഞാനൊന്ന്. എടാ ഇത് അവന്റെ വീട്ടിൽ എടുക്കുന്നതാണ്, അവൻ എടുക്കണതല്ല.
അതെ നമ്മള് പാവപ്പെട്ട എനിക്കൊരു കാര്യം പറയാം, എല്ലാരും കൂടെ അമ്മാവന്റെ ഡിഫൻഡർ വരാം, അമ്മാവന്റെ ഡിഫൻഡർ. അങ്ങോട്ട് announce ചെയ്യ്. ഞാൻ പറയാം വാസവന്റെ എല്ലാ സെഗ്മെന്റ് വണ്ടികളും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ക്ലാസിക് ഒരു ടൂ വീലർ ഇല്ല. അപ്പാപ്പ ടൂ വീലറിലോട്ട് ഞാൻ ഇല്ല അപ്പാപ്പ ഇനി. അപ്പൊ അപ്പാപ്പൻ RX വെക്കാനുണ്ട് കേട്ടാ. അപ്പാപ്പന്റെ അല്ലല്ല, അയ്യോ എനിക്ക് വേണ്ട ടൂ വീലർ പേടിയാ അപ്പാപ്പ ഇനി മടുത്തു. എന്തൊക്കെ പറഞ്ഞാലും അളിയ വണ്ടി ഓടിച്ച സമയം ഉണ്ടല്ലോ, അതൊരു ഇതായിരുന്നു. ആ ബൈക്കിലൊക്കെ പറഞ്ഞ അതെ 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 അതെ. അതൊരു ഒരു വല്ലാത്തൊരു ചന്തമായിരുന്നല്ലേ അത്. വേണ്ട 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 സെഡാൻ ഉണ്ടായിരുന്നു. എടാ എന്റെ BMW പിന്നെ സെഡാനല്ലേ. എടാ ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ ഗൈസ്. കഴിഞ്ഞ ദിവസം ഞാൻ ഉറക്കമായിരുന്നു, എന്റെ വൈഫ് പറഞ്ഞു കുറച്ച് പിള്ളേർ സെറ്റ് വന്നായിരുന്നു. എനിക്ക് തോന്നുന്നു 8-ലോ 9-ലോ എന്തോ പഠിക്കുന്ന പിള്ളേരാട്ടോ. ഇതുവഴി സൈക്കിൾ എന്തോ ചവിട്ടി പൊക്കോട്ടിരുന്ന സമയത്ത് അവന്മാർ എന്നെ കണ്ട്. കഴിഞ്ഞ ദിവസം അവന്മാർ വന്നിട്ട് അവളുടെ അടുത്ത് ഈഗിളുണ്ടോ, അവള് ഉറങ്ങുക, എപ്പോ എണീക്കും, അതെ കുറച്ച് സമയം എടുക്കും, എത്ര നേരം നിൽക്കേണ്ടി വരും, കുറച്ച് നേരം എടുക്കും, ഇപ്പൊ പുള്ളി ലേറ്റായിട്ടാ കിടന്നേ, ആ എണ്ണിക്കുമ്പോ ഞങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞേ. ആരാന്ന് അറിഞ്ഞൂടാ, അവന്റെ പേര് പോലും പറയാതെ അവൻ പോയത് കേട്ടാ. അവള് വന്നപ്പോ എടുത്ത് പറഞ്ഞു കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു, വീടൊക്കെ കണ്ടുപിടിച്ചത് എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടാ ഞാൻ ലൊക്കേഷൻ പറയണമെന്ന് പറഞ്ഞത്. ഇവിടെ ആണെങ്കിൽ മറ്റേ ക്ലോസ്ഡ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ഒക്കെയാ. എന്നെ പറഞ്ഞു വിടൂടാ, വേറൊന്നും അല്ല. ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽ വീടൊക്കെ ആയിരുന്നേ നിങ്ങളെയൊക്കെ കൊണ്ടുവരായിരുന്നു. ഇതങ്ങനെയല്ല, മറ്റേ ഒരുപാട് ആൾക്കാർ മറ്റേ ഫാമിലിയൊക്കെ താമസിക്കുന്നവരാ. മിക്കവാറും എന്റെ അടുത്ത് തന്നെ പറഞ്ഞു വിടും. ഈ രാത്രിയിലത്തെ അട്ടഹാസൊക്കെ തുടങ്ങിയിട്ട് 2 ദിവസമല്ലേ ഉള്ളൂ. ഇപ്പൊ പിന്നെ ഉടനെ പറഞ്ഞു വിടുമെന്നാണ് തോന്നുന്നു. നോക്കാം. എടാ അപ്പൊ നമുക്ക് റിക്രൂട്ട്മെന്റ് ഇതിലേക്ക് കിടക്കാം. ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് ഇതാ വരുന്നത്, അല്ല എന്റെ പാന്റ് ഒന്ന് മാറിയിട്ട് ഇതാ വരുന്നേ.